എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നയനയുടെയും ആദർശിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആദ്യം വന്ന അനിയാണ്, പിന്നീട് ആദർശം കൂടെ അങ്ങോട്ട് വന്നു. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന കാഴ്ച, എല്ലാവരും സിനിമാ നടിമാരെ പോലെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് തന്നെ അനി പറഞ്ഞു, ആദർശേട്ടാ, അല്ല നമുക്ക് ആൾക്കാരൊന്നും മാറിപ്പോയിട്ടില്ല അല്ലേന്ന് പറയണേ. ഇത് അവരൊക്കെ തന്നെയാന്ന് തോന്നുന്നത്. എന്നാലും മേക്കപ്പിന്റെ ഒരു ഗുണമേ കണ്ടോടെ ഇരിക്കുന്ന കണ്ടില്ലേ, ഓരോരുത്തരും ഒന്നിനൊന്നും ബെറ്റർ ആണെന്ന് തോന്നുന്നത്. ഈ സമയം അനി പറഞ്ഞു, ഇതേ നയനടത്തിന് അമ്മേനെ നോക്കാൻ പറയാണ്. കാരണം ഏറ്റവും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അതിനകത്ത് കനകയായിരുന്നു. കാരണം ഒരു കുട്ടി ഉടുപ്പ് പോലെയുള്ള ഒരു ഇതൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ടാ വന്ന ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അങ്ങനെ നിൽക്കുന്ന നിപ്പ് കണ്ടായിരുന്നു. എല്ലാരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സമയം ആദർശ, ദൈവമേ ഇവൾക്ക് ഇത്ര ഭംഗി ഉണ്ടായിരുന്നോ നയനയ്ക്ക്? താ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. എന്ത് ഭംഗിയാ കാണാനായിട്ട്. എന്തിനേറെ പറയുന്നു, ഇത്രയും കാലം ഇവിടെ ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന തന്റെ അമ്മയാ. അല്ല, ഇത്രയും കാലം സാരി എടുത്തോണ്ടിരുന്ന തന്റെ അമ്മയാ ഇപ്പോഴാണ്ട് ചുരിദാറൊക്കെ ഇട്ട് നല്ല അടിപൊളി വേഷത്തിൽ വന്നിരിക്കുന്നു. അതേസമയം അനി ചോദിച്ചു, അല്ല ഇതെന്താ മുത്തശ്ശി കാണുന്നതെന്ന് ചോദിക്കാണ്. മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയില്ലടാ മോനെ, ദേ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഈ സമയം ആദർശ് പറഞ്ഞു, മുത്തശ്ശനെ കണ്ട ഇപ്പൊ പകുതി വയസ്സ് കുറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു പറയാണ്. അപ്പോഴാണ് ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശനും എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. ഇവരെല്ലാരും കണ്ടു കഴിഞ്ഞപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഗംഭീരമായിട്ടുണ്ടല്ലോ. ഞാൻ എന്തായാലും കല്യാണം ആയതുകൊണ്ട് എല്ലാരും ഒന്ന് ഒരുങ്ങിക്കോട്ടെ എന്നോർത്ത് പറഞ്ഞ, പക്ഷെ ഇത്ര ഗംഭീരമാണെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ. ഇപ്പോഴിങ്ങനെയാണ്, കല്യാണത്തിന് സമയത്ത് എന്തായിരിക്കും എന്ന് പറയാം. ഈ സമയം ആദർശം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ ബ്യൂട്ടീഷ്യനെ വിളിക്കേണ്ടതായിട്ട് വരും. കാരണം മേക്കപ്പ് അത്രമാത്രം ഉണ്ടല്ലോ എന്ന് പറയാം. അനി പറഞ്ഞു, ഇവരിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടും ആദർശേട്ടാ. അത് വേണ്ട, ഇതിനേക്കാളും ഭേദം ഇവര് തന്നെ അടുക്കളയിൽ കയറുന്ന നല്ലതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും കരിഞ്ഞുണങ്ങിപ്പോവും. ഈ സമയം ആദർശം, ശരിയാ, നീ മിക്കവാറും അങ്ങനെ ഞാൻ ചാൻസ് ഉണ്ട്, കല്യാണപ്പയെ മിക്കവാറും കരിഞ്ഞുണങ്ങി പോകുന്നു പറയാ. ഇത് കേട്ടത് ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുവാണ്. അജയൻ വന്നിട്ട് ചോദിച്ചു, ആ കൊള്ളാലോ, ഇതെന്ത് ഭംഗിയാന്ന് ചോദിക്കുക എല്ലാരും കൂടെ കാണാനായിട്ട്. അതെ, ഇത് മാത്രം പോരെ, ഒരു കാര്യം ചെയ്യാം, എല്ലാരും കൂടെ റാംബാക്കും കൂടെ നടത്താനായിട്ട് ആദർശം പറയാ. അല്ല അതെന്താടാ മോനെന്ന് മുത്തശ്ശി ചോദിക്കുക. അത് മുത്തശ്ശി ഇപ്പൊ കണ്ടോ, നമ്മൾ ഈ ടി വിക്കകത്തൊക്കെ പരസ്യത്തിനകത്തൊക്കെ കാണാറില്ലേ, അതുപോലെ ഒരു ഇതാണ് ക്യാറ്റ് വാക്ക് എന്നൊക്കെ പറയും. അതുപോലെ നടന്ന് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഏർപ്പാടാന്ന് പറയാം. ഇത് കേട്ട മുത്തശ്ശി, ആഹാ എന്നാ അത് കൊള്ളാലോ, അന്ന് നടക്കാൻ കാണട്ടെ എന്ന് പറയാണ്. പിന്നീട് എല്ലാരും ഒന്ന് ക്യാറ്റ് വാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അബിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം നവ്യയുടെ ഒരുക്കും മട്ടം ഭാഗം കണ്ടപ്പത്തിനോ അവരെ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവൾക്കിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കുമെന്ന് ഓർത്തിരിക്കുന്നു കഴിയുമ്പോഴത്തേനോ അവളുടെ ഒരു കോപ്പറായങ്ങൾ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പം നീ എന്തൊക്കെ വേഷം ധരിച്ചാലും എന്തൊക്കെ കോലം കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ലേ, അതൊക്കെ വെറുതെയാ. ഈ സമയത്തൊന്നും അറിയത്തില്ലാതെ നവ്യ നല്ല സുന്ദരമായിട്ട് ക്യാറ്റ് വാക്കൊക്കെ നടത്തുവാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് നയനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആദർശം അങ്ങോട്ട് വന്നു. നയനേച്ച്, എങ്ങനെയുണ്ട് ആദർശേട്ടാ, എന്നെ കാണാൻ കൊള്ളാമെന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അതെന്താ ആദർശാണ് ഒരു പുച്ഛം പോലെ? പുച്ഛമൊന്നുമില്ല, കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടെന്ന് പറയാം. അതെ, ഇത്രയും കാലം ഞാനിവിടെ സാരി ഒക്കെ കൊടുത്തോണ്ടേ ഇരുന്നേ, പിന്നെ ഈ വേഷത്തെ കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെ ആദർശാണ് ഇഷ്ടപ്പെട്ടോന്ന് അറിയാൻ വേണ്ടി ഞാനിന്ന് ചോദിച്ചാന്ന് പറയാം. ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് നിന്നെ ഒന്നുകൂടെ കാണാൻ ഇഷ്ടം ആ സാരിയില്ല. ആ സാരി നിന്നെ കാണുമ്പോൾ പ്രത്യേക ഒരു അഴകാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ശരിയാ, എനിക്ക് സാരി ഉടുക്കുന്നതിനോട് താല്പര്യം, ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എനിക്ക് മോഡേൺ ഡ്രസ്സിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതിനോടൊക്കെ താല്പര്യമുള്ള ആള് എന്നെ നവേച്ചയാന്ന് പറയാം. കാരണം ചെറുതിലേ മുതൽ അവളിങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടാ വളർന്നു വന്നേ. അമ്മ ഏതൊക്കെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാലും അമ്മ എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും അതെല്ലാം അമ്മ വാങ്ങിക്കൊടുക്കുമായിരുന്നു പറയാം. പിന്നീട് ചോദിച്ചല്ല, അടുക്കളയിലെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കാം. അടുക്കള കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കാലോ ഒതുങ്ങിയെന്ന് പറയണേ. ഇത്ര പെട്ടെന്നല്ല റെഡിയാ? പിന്നെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഓഹോ അങ്ങനെയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നോണ്ടല്ല എന്ന് പറയണം. പിന്നെ അതെ, നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് ഞാനല്ലേന്ന് വെക്കും. ആഹാ, അപ്പൊ അങ്ങനെ വരട്ടെ, പകുതി ആയതേ ഉള്ളൂ പാചകമൊക്കെ, ഇനി ബാക്കിയും കൂടെ കിടക്കുക. അന്നൊരു കാര്യം ചെയ്യും, ആദർശാണ് അത്ര വലിയ മിടുക്കനാണെങ്കിൽ ബാക്കിയും കൂടെ ആദർശാണ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പറയാം. ഇത് കേട്ടതും ആദർശപ്പെട്ടു. ദൈവം ഇവള് പിണങ്ങിയോ? ഈ സമയം ആദർശം, അത്ര വലിയ അഹങ്കാരമാണെങ്കിൽ കണ്ടോ, ഞാൻ ബാക്കി ഉണ്ടാക്കിക്കോളാം, എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ടെന്ന് പറയാം. എന്നാ നയന പറഞ്ഞു, അന്ന് അതൊന്നും ഉണ്ടാക്കി കാണിക്കലോ, അന്ന് ഞാൻ വെല്ലു വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറി പോവാ. ആദർശം, ദൈവമേ പെട്ടല്ലോ ഭഗവാനെ. ഈ സമയം ദേവേനയും ജലജയും കൂടെ അടുക്കളയിലേക്ക് വന്നു. നോക്കിയപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പാകമായിട്ടുണ്ട്. ഈ സമയം ആദർശം അങ്ങോട്ട് വന്നപ്പോൾ ആദർശനോട് പറഞ്ഞു, അല്ല ഇനിയിപ്പം ഞങ്ങളിവിടെ ഇല്ലെങ്കിലും നിങ്ങൾ ആണുങ്ങൾ തന്നെ അടുക്കള കയറി പാചകം ചെയ്തോളൂ എന്ന് പറയാം. ഈ സമയം ജയം പറഞ്ഞു, നല്ല കഥയായിപ്പോ, ഇതിപ്പോ ആദർശം ഉള്ളതുകൊണ്ട് മാത്രം അവൻ എന്തൊക്കെയോ അറിയാവുന്നതുകൊണ്ട്
അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങ് വെല്ലുവിളിക്കാൻ പാത്രമൊന്നുമില്ല. നിങ്ങളുടെ വിചാരം എന്താ? ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നല്ലേ? ഇപ്പൊ ഞങ്ങൾ ആണുങ്ങൾ അടുക്കളയിൽ കയറിയാലും എന്തേലുമൊക്കെ തയ്യാറാവുന്നു മനസ്സിലായാലോ? നിങ്ങൾ എന്താണ് പട്ടിണി കിടക്കേണ്ട വരില്ല എന്ന് പറയാണ്. ഈ സമയം അരി പറഞ്ഞു, അല്ല അത് പിന്നെ നോക്കുമ്പം ഇവിടെ നയനെടുത്ത് ഇല്ലാത്ത സമയത്ത് അപ്പച്ചി ഒക്കെ ഉണ്ടാക്കി വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്താണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയണം. ഈ സമയം ചെളഞ്ഞു പറഞ്ഞ് കണ്ടറിയണം. അത് ഞങ്ങൾ കഴിച്ചു നോക്കിയൊന്നുമില്ലല്ലോ, കഴിച്ചു നോക്കിയാലേ അതിന്റെ രുചി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഈ സമയം മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, അല്ല നിനക്കെന്തോ ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഷോപ്പിങ്ങിനും കൂടെ പോയിട്ട് പോരെ. ആ സമയമാകുമ്പത്തേനും ഇവിടെ എല്ലാം കാലമായിട്ടിരിക്കും, ഫുഡ് കഴിക്കാൻ സമയമാകുമ്പത്തേനും കൂടെ എത്തിയാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങുവാണ്. ഈ സമയം കനക പറഞ്ഞു, അതെ ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോകുന്നില്ല, എന്നെ വീടിന്റെ അവിടെ നിന്ന് ഇറക്കിയാൽ മതി, ഞാനവിടെ ഇറങ്ങിക്കോളാം. കാരണം എനിക്ക് വീട്ടിൽ പോയി ഗോവിന്ദന്റെ അവരിന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ കനക മാത്രം അങ്ങോട്ട് പോയില്ല, ഷോപ്പിങ്ങിന് പോയില്ല. കനക വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കനക വേഷമൊന്നും മാറിയിട്ടില്ലായിരുന്നു, അതേ ഡ്രസ്സിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഗോവിന്ദനെ ഒന്ന് ഞെട്ടിക്കണം, അത് മാത്രം കനകയുടെ ഉള്ള ആഗ്രഹം. ഇത്രയും മാത്രം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഗോവിന്ദനെ ഒന്ന് കാണണ്ടേ, തന്റെ സൗന്ദര്യം എത്ര മാത്രമുണ്ട്. ഇത്രയും പേര് ഒരുങ്ങിയില്ല, ഇപ്പൊ എന്നെ കാണാൻ ഭയങ്കര ഭംഗി, സുന്ദരിയായിട്ടുണ്ട് താന് എന്നൊരു മതിപ്പൊക്കെ കനകയ്ക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോ കനക അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ കോളിംഗ് ബെൽ അടിച്ചപ്പോ ഗോവിന്ദൻ വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ ഒന്നുകൂടെ നോക്കി, ഇതാരാ നിൽക്കുന്നത്? പെട്ടെന്ന് ഗോവിന്ദനൊന്നും മനസ്സിലായില്ലേ. ഇത് കനകയാണല്ലോ, ഇവള് തന്നെയാണോ അത്? പെട്ടെന്ന് നോക്കുന്നുണ്ടപ്പം ഗോവിന്ദനോട് ചോദിച്ചു, അല്ല ഗോവിന്ദൻ എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കും. ഞാൻ ഗോവിന്ദനെ കനകയാന്ന് പറയണ. പെട്ടെന്ന് ഗോവിന്ദൻ, നീ എന്താ ഈ വേഷത്തിലൊക്കെ? എന്താ ഈ വേഷം എനിക്ക് ചേരുന്നില്ലേ? ഈ വേഷത്തെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുക. ഗോവിന്ദൻ പറഞ്ഞു, ഇതെന്ത് വേഷമാ കനകയെന്ന് ചോദിക്കാണ്. ഇതാണ് മോഡേൺ വേഷം, അനന്തപുരത്തറവാടിലെ പുതിയ മോഡൽ ഞാനിപ്പോഴെന്ന് പറയണം. ദേ നീ ഇവിടുത്തെ കോപ്രായ വേഷങ്ങളൊക്കെ അഴിച്ചുവിട്ട് വല്ല സാരിയൊക്കെ കൊടുക്കാൻ നോക്കാൻ പറയണം. അതെന്താ ഗോവിന്ദൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കണം. അപ്പോഴാണ് നന്ദു അങ്ങോട്ട് വരുന്നത്. നന്ദു ഈ കാഴ്ച കൊണ്ട് നന്ദു പെട്ടെന്ന് ചിരിക്കുക. ഇതെന്ത് കോല അമ്മയെന്ന് ചോദിക്കുക. അതെന്താ മോളെ നിനക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ അമ്മയ്ക്ക് ആ സാരി തന്നെ ചേരുന്നതെന്ന് പറയാ. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അമ്മേനെ കാണാൻ ഇഷ്ടം ആ സാരിയില്ലെന്ന് പറയാം. അതെ എനിക്കറിയാം, ഇപ്പൊ നിനക്ക് അസൂയല്ലേ, ഇപ്പൊ എന്നെ കണ്ടാൽ നിന്റെ അനീത്തിയാന്നല്ലേ പറയുള്ളൂ, അതിന്റെ കുശുമ്പല്ലേന്ന് ചോദിക്കും. ഒന്ന് പോം എവിടെ നിന്ന് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, ശരിയാ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്, ഇപ്പൊ നീ ആളാകെപ്പാറ മാറിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടെ നീ അവിടെ നിന്നിട്ട് വന്നു കഴിയുമ്പോ എന്നെ പോലെ നീ മറന്നുപോയല്ലോ കനകയെന്ന് പറയണേ. അങ്ങനെയൊന്നും വരത്തില്ല, എന്റെ ഗോവിന്ദനെ ഞാൻ മറക്കുവോ എന്ന് പറഞ്ഞിട്ട് ആ കവളി പിടിച്ചിട്ട് നുള്ള കൊടുക്കുന്നുണ്ട്. ഈ സമയം നന്ദു പറഞ്ഞു, ഇത് എന്താമേ കാര്യം എന്താന്ന് ചോദിക്കണം. എന്റെ പൊന്നെ, ഇതൊക്കെ അവിടുത്തെ മൂർത്തി മുത്തശ്ശനെ പണിയാ. കാരണം ഇന്ന് അടുക്കള ഭരണമല്ല അവിടുത്തെ ആണുങ്ങൾ ഏറ്റെടുത്തു, പെണ്ണുങ്ങളുടെ എല്ലായിടും ബ്യൂട്ടി പാർലറിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ബ്യൂട്ടീഷ്യന്മാർ അങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം മേക്കപ്പ് ചെയ്ത് ഈ വേഷം കോലത്തിലാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ബാക്കി എല്ലാവരും ഷോപ്പിങ്ങിന് പോയി. അപ്പം എനിക്ക് ഷോപ്പിങ്ങിന് പോകണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കല്യാണം അല്ലേ, അപ്പം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുക്കണ്ടേ, ഞാൻ വീട്ടിലേക്ക് പോവാം, എനിക്ക് ഗോവിന്ദേണ്ട നന്ദുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. കല്യാണത്തിന്റെ കാര്യം കേട്ട നന്ദുവിന്റെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന്. ഇത് കനക ശ്രദ്ധിച്ചു, എന്താ മോളെ എന്തേലും ഇതുണ്ടോന്ന് ചോദിക്കണേ. എനിക്കൊരു കുഴപ്പമില്ലമ്മേ. പിന്നെ എന്താ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ മോളുടെ മുഖം പെട്ടെന്ന് നിങ്ങൾ മാറിയെന്ന് ചോദിക്കാം. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതെന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അനു തന്നെയാ കനകെ. നന്ദു ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയായിരുന്നു. അവളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണേ. ഈ സമയം കനക പറഞ്ഞു, എനിക്കറിയാം ഗോവിന്ദേട്ടാ, എത്രയാന്ന് പറഞ്ഞാലും ഇതുവരെ അവൾ ആരെയും പ്രണയിച്ചിട്ടില്ല, അവൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന പ്രണയമല്ലേ. ഇതുപോലെ തന്നെയാ അവിടെ ഹനുമോന്റെ അവസ്ഥ. പക്ഷേങ്കിൽ ഞങ്ങളെല്ലാം ഓരോന്നോരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. ഈ കല്യാണം കഴിയുന്നോളം വരെ എന്റെ നെഞ്ച് തീയ, ഞാനിങ്ങനെ ഓരോ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടുന്നുള്ളൂ. പക്ഷെ എന്റെ മനസ്സിലെ നെരിപ്പോട് അത് എത്ര മാത്രമാണെന്ന് ഗോവിന്ദന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അനന്തപുരിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ വേദനകളും വിഷമങ്ങളും എനിക്കറിയാവുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ ഗോവിന്ദേട്ടാ? എന്തായിരിക്കും അവസ്ഥ? ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, ശരിയാ നീ പറഞ്ഞ ശരിയാ കനകയെന്ന് പറയാണ്. പിന്നെ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, അറിയാലോ. അവൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും തിരികെ പോകണമെന്ന് പറയാം. പിന്നെ കല്യാണത്തിന് അറിയാലോ, കല്യാണത്തിന് മുമ്പ് തന്നെ നന്ദുവിനെ കൂട്ടിക്കണം അങ്ങോട്ട് ഗോവിന്ദേട്ടൻ വന്നിരിക്കണം. ഇനിയിപ്പം നന്ദു വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും എന്തേലും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരണം, ഇല്ലെങ്കിൽ മിക്കവാറും അത് പ്രശ്നമോ. നന്ദു വന്നില്ലെങ്കിൽ എല്ലാവരും തിരക്കും, എന്താ നന്ദു വരാത്തതെന്ന്. ഗോവിന്ദേട്ടൻ അറിയാലോ, അതൊക്കെ എനിക്ക് അറിയാൻ കനകെ. പക്ഷെ നന്ദു വരത്തില്ലെന്ന് പറഞ്ഞു ഇടേ വാശിയില്ല. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് അവളോട് സംസാരിച്ചിട്ട് പോയിക്കോളാന്ന് പറയാം. ഈ സമയം ആദർശൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ ഭഗവാനെ, എന്തൊരു വഴി നീ കാണിച്ചു തരണം, അല്ലെങ്കിൽ മിക്കവാറും അടുക്കള കുളവാം. നയനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ 100 ചിന്തകൾ ഇരിക്കുമായിരുന്നു. ഈ സമയം മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് സിറ്റോളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ. മുത്തശ്ശന് ഓരോന്നങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു, അടുക്കള ജോലികളെല്ലാം ചെയ്തോളാം, എന്നിട്ട് ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്ന ആരാ?
എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്ര കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ടാക്കി, ഇനി ബാക്കി എങ്ങനെ ചെയ്യും എന്നോർത്ത് നിൽക്കുവാണ് ആദർശ്. അപ്പോഴാണ് മൂർത്തിമുത്ത സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നത് കണ്ടത്. അങ്ങനെ മുത്തശ്ശ സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുവാണ്. ആ കാറിനകത്തുനിന്ന് പ്രശസ്തനായ പാചക വിദഗ്ധനായ നമ്മുടെ ഷെഫ് പിള്ളയാണ് അതിനകത്ത് നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മൂർത്തി മുത്തശ്ശനെ കണ്ട് ഓടി അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ആ വരും, അകത്തേക്ക് വരാൻ പറഞ്ഞ് അകത്തേക്കും അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഷെഫിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഷെഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കാം എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവുകയാണ്. അങ്ങനെ ഷെഫും കൂടെ കൂടിയിട്ട് അടുക്കള പാചകമൊക്കെ നല്ല ഗംഭീരമാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.